വർഷവും നമ്മൾ ഓണാഘോഷം ഓരോ അഗതി മന്ദിരങ്ങളും വൃദ്ധമന്ദിരങ്ങളും അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് നമ്മൾ നടത്താറുള്ളത്. ഈ തവണ നമ്മൾ അതിന് ഏറ്റവും അനുയോജ്യമായ പീസ് വാലിനെ തിരഞ്ഞെടുപ്പിക്കുകയാണ്. കേരളത്തിന് തന്നെ മാതൃകയായി രീതിയിലാണ് ഈ സ്ഥാപനം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കേരളത്തിലും ഇന്ത്യക്കും ലോകത്തിലും തന്നെ ഉത്തമ മാതൃകാപരമായിട്ടാണ് ഈ പീസ് വാലി എന്ന പ്രസ്ഥാനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. രോഗം കൊണ്ട് കഷ്ടപ്പെടുന്നവരും മാനസിക വൈകല്യങ്ങളുള്ള കുട്ടികൾക്കുള്ള ചികിത്സ, ആരോഗ്യമില്ലാത്തവർക്കുള്ള സംരക്ഷണം, എല്ലാ രീതിയിലും പീസ് വാലി വളരെ മികച്ച് മുന്നോട്ട് നിൽക്കുകയാണ്. അതിനോ ചേർന്ന് നിന്നുകൊണ്ട് തന്നെ KHRI ഇന്നത്തെ ദിവസം പീസ് വാലിയോട് ചേർന്ന് നിന്ന് മുഴുവൻ നീള ഒരു യജ്ഞമാണ് നമ്മളിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ രീതിയിലും KHRI വളരെ സന്തോഷത്തോടെയാണ് ഇന്നത്തെ ഒരു ദിവസത്തെ ഈ ഓണാഘോഷം ഏറ്റെടുത്തത്. കൂടുതൽ പ്രസംഗിച്ച് സമയം കളയുന്നില്ല. നിലവിൽ 11:30 മണിയായി, സമയം വഴുകി. ഞാൻ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ആദ്യമായി യോഗ്യാധ്യക്ഷനും നമ്മുടെ യൂണിറ്റ് പ്രസിഡന്റുമായ യൂണിറ്റിന്റെ അമരക്കാരനുമായ ശ്രീ KP ശശിയെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു. അടുത്തായി നമ്മുടെ KHRIയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ G. ജയപാൽ അവരെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തോളൂ. നമ്മുടെ പീസ് വാലിയുടെ എല്ലാമെല്ലാമായ ചെയർമാൻ ശ്രീ അബൂബക്കർ സാഹിബിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തോളൂ. ഈ ഓണം പീസ് വാലിയിൽ വെച്ച് ഇതിനു മുമ്പ് പലവട്ടം ഞങ്ങളുടെ പ്രിയപ്പെട്ട ജീവാന്യ കമ്മിറ്റി ചെയർമാൻ പലവട്ടം പീസ് വാലിയിൽ വെച്ചുള്ള പ്രോഗ്രാം നടത്തുന്ന കാര്യങ്ങളും ഭക്ഷണം കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ പറയാറുണ്ടായിരുന്നു. ഓരോ തവണ പറയുമ്പോഴും ഓരോരോ തടസ്സങ്ങൾ പല സ്ഥലത്തു നിന്നും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജീവാന്യ പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം കൊടുത്ത് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയെ KHRIക്ക് പലപ്പോഴും ഓവർലോഡായിട്ട് അപേക്ഷകൾ വരാറുണ്ട്. കാരണം ജീവാന്യ പ്രവർത്തനങ്ങളുടെ അപേക്ഷകൾ വരുമ്പോൾ ഓരോന്ന് കൊടുത്തു വരുമ്പോൾ പീസ് വാലിയുടെ പരിപാടികൾ പതുക്കെ നീട്ടിവെക്കുകയായിരുന്നു പതിവ്. സത്യം പറഞ്ഞാൽ നീട്ടിവെച്ചത് ഒരു തെറ്റായി പോയി എന്ന് ഇപ്പൊ എനിക്കിവിടെ വന്നതിന് ശേഷം തോന്നുന്നതാണ്. ഇന്നലെ ഞാനിവിടെ വന്നിരുന്നു. ഇവിടെ വന്നതിന് ശേഷം തോന്നി ആ നീട്ടി വെച്ചത് തെറ്റായി പോയി എന്നൊരു തോന്നൽ എന്റെ മനസ്സിലുണ്ട്. നേതാവ് കമാൻഡർ കുര്യാക്കോസ് സാറിന്റെ വാക്കുകളെ അതേപടി നെഞ്ചിലേറ്റുകൊണ്ട് ഞങ്ങളെ നയിക്കുന്ന പ്രിയപ്പെട്ട സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ G. ജയപാലിന്റെ നിർദ്ദേശങ്ങൾ, അതോടൊപ്പം തന്നെ ജീവാന്യ പ്രവർത്തനങ്ങളുടെ ശരിക്കും പറഞ്ഞപ്പോൾ വർഷങ്ങളായിട്ട് തന്നെ ജീവാന്യ പ്രവർത്തനങ്ങളുടെ ചുക്കാൻ പിടിക്കുന്ന പ്രിയപ്പെട്ട റൌഫ്, അതോടൊപ്പം ഞങ്ങളുടെ കൂടെ കട്ടകിൽ നിന്ന് ഞങ്ങളോടൊപ്പം പ്രവർത്തിക്കുന്നവരുടെ സ്വാഗതം പറഞ്ഞ പ്രിയങ്കരനായ KA സാജിദ്, അവരെല്ലാം ശ്രമഫലമായിട്ടാണ് ഇന്ന് ഈ പരിപാടികളെ ഏറ്റവും ഭംഗിയായിട്ട് നടത്താനുള്ള ഒരു സാഹചര്യം ഞങ്ങൾക്ക് ഒത്തിരിക്കുന്നത്. അതോടൊപ്പം ഞങ്ങളോട് സഹായിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട കമ്മിറ്റി അംഗങ്ങൾ, എല്ലാവരും ഒത്തൊരുപാട് പ്രവർത്തനത്തിന്റെ ഫലമായിട്ടുള്ള ഈ ഓണാഘോഷ പരിപാടികൾ ഏറ്റവും ഭംഗിയായി തീരട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയത്തിന്റെ ഭാഷയിൽ നിറഞ്ഞ ഓണാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. കേരള ഹോട്ടൽ ആൻഡ് റിസോർട്ട് അസോസിയേഷൻ വരുമാനത്തിന്റെ 85% ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്ന ഒരു ജീവകാരുണ്യ സംഘടനയാണ്. കേരളത്തിലുടനീളം ഏതാണ്ട് 500ഓളം യൂണിറ്റുകളും 14 ജില്ലകളും ദിനം പ്രതി നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാറുണ്ട്. പെരുമ്പാവൂർ യൂണിറ്റിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഏറ്റവും നല്ല ഒരു യൂണിറ്റാണ്. ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ പ്രവർത്തനം വിലയിരുത്തിയാൽ കേരളത്തിൽ നിന്ന് ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു യൂണിറ്റാണ് പെരുമ്പാവൂർ യൂണിറ്റ് എന്ന് ഒരു സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്ന രീതിയിൽ അഭിമാനത്തോടുകൂടി തന്നെ പറയുവാൻ കഴിയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം സന്തോഷപ്രദമായ ഒരു കാര്യമാണ്. നേരത്തോടെ സൂചിപ്പിച്ചതുപോലെ ഒരു ഓണാഘോഷം നടത്തുമ്പോൾ അത് എവിടെ വെച്ച് നടത്തണം? നമുക്കറിയാം, പലപ്പോഴും ഓണാഘോഷം അതാത് അംഗങ്ങളും അവരുടെ കുടുംബാംഗങ്ങളും ചേർന്നുകൊണ്ട് അടിച്ചു പൊളിച്ച് ആഘോഷിക്കുന്ന ഈ കാലഘട്ടത്തിൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഇതിന് ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് നമ്മുടെ പ്രിയപ്പെട്ട റൌഫിനോടാണ്. കാരണം റൌഫ് തുടക്കം മുതലേ പറയുന്നു നമ്മുടെ ഓണാഘോഷം ഇത്തവണ പീസ് വാലിയിൽ വെച്ച് വേണം. പലപ്പോഴും നമുക്കറിയാം, പീസ് വാലിയിൽ വെച്ചൊരു ഓണാഘോഷം നടത്തുമ്പോൾ ഉണ്ടാകുന്ന സാമ്പത്തിക, നമ്മൾ കുഞ്ഞു പറയുന്നല്ലോ, ഒരു യൂണിറ്റിനെ സംബന്ധിച്ചിടത്തോളം വരുന്ന സാമ്പത്തിക ചെലവുകളൊക്കെ ഓർത്തുകൊണ്ട് പലപ്പോഴും പുറകോട്ട് നിന്നപ്പോൾ സാമ്പത്തികത്തിന്റെ കാര്യം പോലും ഓർക്കേണ്ട, നമുക്കത് എന്തായാലും നടത്തണം എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വരികയും അതിനാവശ്യമായ പ്രവർത്തനങ്ങൾ മറ്റുള്ളവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് നടത്തുകയും ചെയ്തത് റൌഫാണ്.
പക്ഷേ ഇവിടെ വന്നപ്പോൾ നേരത്തെ ശശി സൂചിപ്പിച്ചതുപോലെ എനിക്ക് ഭയങ്കരമായ സന്തോഷം തോന്നി. കാരണം നമ്മുടെ രാജ്യത്ത് നിന്ന് ഏറ്റവും കൂടുതൽ നിലനിൽക്കുന്ന ഒരു കാര്യമാണ് വർഗീയത എന്ന് പറയുന്നത്. സമൂഹത്തിനെ സാധാരണക്കാർ എല്ലാ മതസ്ഥരെയും തമ്മിൽ അടുപ്പിച്ചുകൊണ്ട് സമൂഹത്തിന് ഏറ്റവും കൂടുതൽ കാർന്നു തിന്നുന്ന രണ്ട് വിപത്തുകളുള്ളത്, ഒന്ന് മയക്കുമരുന്നും, രണ്ട് വർഗീയതയുമാണ്. ആ വർഗീയ വിഷവിത്തുകൾ അല്ലെങ്കിൽ വർഗീയ വിഷം ജീട്ടുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിലും എല്ലാം കണക്കാം. എന്നിട്ട് ഞാൻ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ മാറ്റി നിർത്തിയല്ല പറയുന്നത്. അങ്ങനെയുള്ള രാഷ്ട്രീയക്കാർ ഇലക്ഷൻ വോട്ടിന് വേണ്ടിയിട്ട് പലപ്പോഴും ജനങ്ങളെ തമ്മിൽ അടുപ്പിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇങ്ങനെയുള്ള പീസ് വാലി പോലുള്ള പ്രസ്ഥാനങ്ങളിൽ വന്ന് കാണുകയും എന്താണ് മതമൈത്രി, എന്താണ് ജനസമൂഹം, ജാതിയില്ല, മതമില്ല, മറ്റൊന്നുമില്ലാതെ കഷ്ടപ്പെടുന്ന ഒരു വിഭാഗം ആളുകളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന പീസ് വാലി പോലെയുള്ള പ്രസ്ഥാനങ്ങൾ നമ്മുടെ സമൂഹത്തിന് ഒരു മുതൽക്കൂട്ടാണെന്ന് ആത്മാർത്ഥമായിട്ട് പറയാതിരിക്കാൻ സാധിക്കില്ല. കാരണം ഇവിടെ വന്നപ്പോഴാണ് അതിൻ്റെ തീവ്രത എനിക്ക് മനസ്സിലായത്. മറ്റുള്ള സാഹചര്യത്തിലാണെങ്കിൽ പലപ്പോഴും പല അനാഥാലയങ്ങളെ പോലെയുള്ള ഒരു സ്ഥാപനമായിട്ടാണ് ഞാൻ കണ്ടുകൊണ്ടിരുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഓരോ രോഗികൾക്കും 5 സ്റ്റാർ ഫെസിലിറ്റിയാണ് കൊടുക്കുന്നത്. അതായത് സ്വന്തം വീട്ടിലോ മറ്റൊരിടത്തും കിട്ടാത്ത രീതിയിൽ ഓരോ രോഗിക്കും ഇന്നിപ്പോ വൃദ്ധസദനങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ സമൂഹത്തിൽ സ്വന്തം മാതാപിതാക്കളെ നോക്കുവാൻ തയ്യാറല്ലാത്ത മക്കളുള്ള നമ്മുടെ സമൂഹത്തിൽ അങ്ങനെ മക്കളിൽ നിന്നും അല്ലെങ്കിൽ സ്വന്തക്കാരിൽ നിന്നും വേറിട്ട് പോയ ഒരു സമൂഹത്തെ ചേർത്ത് പിടിക്കാൻ ഇതുപോലുള്ള പീസ് വാലി പോലുള്ള സംഘടനകൾ കാണിക്കുന്ന ആ മനസ്ഥിതി കാണുമ്പോൾ ഒരു വ്യക്തി എന്ന രീതിയിൽ ഏറ്റവും കൂടുതൽ സന്തോഷവും അഭിമാനവും തോന്നുന്ന ഒരു നിമിഷമാണ് ഇന്ന് എനിക്കിവിടെ ഉണ്ടായിട്ടുള്ളത്. ഞാൻ പീസ് വാലിയുടെ എല്ലാ അതിൻ്റെ ഭാരവാഹികളെയും അല്ലെങ്കിൽ അതിന് ചുക്കാൻ പിടിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട റഫീഖ് വരും അതിൻ്റെ ഡയറക്ടർ ബോർഡും ഉണ്ട് എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. അപ്പൊ അങ്ങനെയുള്ള ഒരു കൂട്ടം ആളുകൾ, ഇതിന്റെ ചെയർമാൻ തന്നെ അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നു ഇത്രയേറെ നല്ല മനസ്സും ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകാൻ കാരണം അദ്ദേഹം പാരമ്പര്യമായിട്ട് ഒരു ഹോട്ടൽ ഉടമ കൂടിയാണ്. ഹോട്ടൽ ഉടമകൾക്ക് ഒരിക്കലും നല്ല മനസ്സിലല്ലാതെ ഉണ്ടാവില്ല. കാരണം എന്താ വെച്ചാൽ ഓരോ ദിവസവും പൈസക്കാണെങ്കിൽ പോലും നൂറുകണക്കിന് ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കുന്ന ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭക്ഷണം കൊടുക്കുന്നതും അതുപോലെ തന്നെ മറ്റുള്ളവർ വേദന മനസ്സിലാക്കുന്നത് ഞങ്ങളുടെ ജീവിതചര്യയാണ് എന്നുള്ളത് കൊണ്ട് പീസ് വാലി പോലുള്ള ഒരു പ്രസ്ഥാനങ്ങൾ ഈ നാട്ടിൽ ചെയ്യുന്ന നല്ല സേവനങ്ങൾക്ക് സമൂഹത്തിന് വേണ്ടിയിട്ട് അവരോട് നന്ദി പറഞ്ഞുകൊണ്ടും ഒപ്പം തന്നെ ഇതുപോലുള്ള കൂട്ടായ്മകൾ നമ്മുടെ സമൂഹത്തിൽ വളർന്നു വരേണ്ട ആവശ്യകതകൾ നമ്മുടെ സമൂഹത്തെ ബോധ്യപ്പെടുത്തിക്കൊണ്ടും സംഘടനകളാണെങ്കിൽ ആഘോഷങ്ങൾ എപ്പോഴും സമൂഹത്തിൽ താഴെത്തട്ടി നിൽക്കുന്നവരോടുമായിട്ട് ചേർത്ത് നിന്നുകൊണ്ട് അവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് വേണം എല്ലാ ആഘോഷങ്ങളും നടത്താൻ എന്നുകൂടി നമ്മളെയൊക്കെ ഓർമ്മിപ്പിക്കുന്ന ഒരു ആഘോഷമാണ് ഇന്നിവിടെ നടക്കുന്നത്. എല്ലാ ആഘോഷങ്ങളും നമുക്കറിയാം, കേരളത്തിലെ ഏറ്റവും വലിയ ഇഫ്താർ സംഗമം നടത്തിയിട്ടുള്ളത് പെരുമ്പാവൂരാണ്. ഇപ്പോഴാണ് കുറച്ച് കുറഞ്ഞിട്ടുള്ളത്. ഏതാണ്ട് 1000-ഓളം പേര്, നൗഷാദിനൊക്കെ 1000-ഓളം പേരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഇഫ്താർ സംഗമം പെരുമ്പാവൂരിൽ വെച്ച് നടത്തിയിട്ടുണ്ട്. അങ്ങനെ കേരളത്തിൽ ആദ്യമായിട്ട് ഇഫ്താർ സംഗമം കൊണ്ടുവന്നത് KHRയിൽ, കേരളത്തിൽ ആദ്യമായിട്ട് ഓണാഘോഷം കൊണ്ടുവന്നെല്ലാം പെരുമ്പാവൂരിനോട് അഭിമാനിക്കാവുന്നതാണ്. ആഘോഷങ്ങൾ ഒട്ടും കുറയാതെ എല്ലാവരെയും സമൂഹത്തിലുള്ള എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് നല്ല രീതിയിൽ ഇങ്ങനെയുള്ള ആഘോഷങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പെരുമ്പാവൂർ യൂണിറ്റിന് കഴിയണം. കാരണം ആഘോഷങ്ങളിലൂടെയാണ് ജനങ്ങൾ ഉണ്ടാവുന്നത്, ജാതി മതങ്ങൾ ഇല്ലാതെയാവുന്നത്, രാഷ്ട്രീയത്തിന് അതീതമായിട്ട് നല്ല മനസ്സുള്ള ജനങ്ങളുടെ കൂട്ടായ്മ ഉണ്ടാകുന്നത്. ആ രീതിയിലുള്ള ഒരു പ്രവർത്തനം പെരുമ്പാവൂർ യൂണിറ്റിന് ഇനിയും തുടരാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് കൂടുതലായിട്ട് സംസാരിക്കുന്നില്ല. ഒരിക്കൽ കൂടി പീസ് വാലി വെച്ച് നടത്താൻ പറ്റിയതിനുള്ള സന്തോഷം ആത്മാർത്ഥമായിട്ട് പ്രകടിപ്പിച്ചുകൊണ്ടും അതുപോലെ തന്നെ ഇതിന് മുൻകൈയെടുത്ത റൌഫി അടക്കമുള്ള എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ടും പീസ് വാലിയുടെ ചെയർമാൻ അടക്കമുള്ള അതിന്റെ എല്ലാ ഭാരവാഹികളും സ്റ്റാഫിനും ഇനിയും ഇങ്ങനെയുള്ള നല്ല മനസ്സോടുകൂടി പ്രവർത്തിക്കാൻ ഈശ്വരൻ മനസ്സ് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും ഓണാശംസകൾ. നമ്മൾ പെരുമ്പാവൂർ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ പീസ് വാലിയിൽ വെച്ച് ഇന്ന് ഓണാഘോഷം നടത്തുകയാണ്. സത്യത്തിൽ നമ്മൾ ആഘോഷമല്ല നടത്തുന്നത്, നമ്മൾ അവരോടൊപ്പം ചേർന്ന് നിൽക്കുകയാണ്. കാരണം ഇവിടെ ഒട്ടേറെ അന്തേവാസികൾ നമുക്ക് ഇന്ന് കാണുവാൻ കഴിയും. സത്യത്തിൽ എൻ്റെ വീട്ടിലൊരു അന്തേവാസിയാണ്, എൻ്റെ സഹോദരനാണ്. അവന് 20 വയസ്സായപ്പോൾ തളർന്നുപോയതാണ് ശരീരം. അതായത് സുഷമന നാടിക്ക് വന്ന് തളർന്നുപോയ ഒരു വ്യക്തിയാണ്. എൻ്റെ ഉമ്മയാണ് അവൻ നോക്കുന്നത്. ഇന്ന് 85 വയസ്സുണ്ട് എൻ്റെ ഉമ്മയ്ക്ക്. ആ ഉമ്മയാണ് അവനെ ഇന്നും സംരക്ഷിക്കുന്നത്, മറ്റാരെയും ഏൽപ്പിക്കാതെ സ്വന്തമായി സംരക്ഷിക്കുന്നത്. എന്നും രാവിലെയും വൈകുന്നേരവും ഉമ്മയുടെ അടുത്ത് പോയി ഞാൻ അവൻ്റെ സഹോദരൻ്റെ അടുത്ത് പോയി ഒരു മണിക്കൂർ മിച്ചം ഇരിക്കും. കാരണം ഞങ്ങൾക്ക് അഞ്ചത്തൊരു 8ഓളം പേരുണ്ട് ഞങ്ങളുടെ വീട്ടിൽ. അതിൽ ഈ ഒരാൾ മാത്രമേ ഉള്ളൂ ഇങ്ങനെ തളർന്നു കിടക്കുന്നത്. കാരണം എൻ്റെ വാപ്പയുടെ കടയെ നല്ലതുപോലെ നോക്കി നടത്തി ഇരുന്നൊരു വ്യക്തി ഒരു സുപ്രഭാതത്തിൽ ഇങ്ങനെ ആയതാണ്.
അപ്പൊ ഇത് നമ്മൾ കാണേണ്ട ഒരു കാര്യമാണ്. കാരണം നമ്മളെല്ലാവരും മനുഷ്യരാണ്, നമ്മളെല്ലാം ഇപ്പം നല്ല ആരോഗ്യത്തോടു കൂടി ജീവിക്കുന്നു. നമുക്ക് ഇങ്ങനത്തെ ഒരു അവസ്ഥ വന്നാൽ ഉണ്ടാകുന്ന ആ കാര്യത്തെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കുവാനും നമ്മുടെ മനസ്സിലേക്ക് അത് കടന്നുകൂടുവാനും അത് എങ്ങനെയാണ് നമ്മളെയൊക്കെ വേദനിപ്പിക്കുന്നത്, നമ്മുടെ സഹോദരന്മാർക്കുണ്ടാകുന്ന വേദന എന്താണെന്ന് മനസ്സിലാക്കുവാനും സാധിച്ചത് ഇങ്ങനെയുള്ള പീസ് വാലി പോലുള്ള ഇടത്തിൽ വെച്ച് നമ്മുടെ ഓണാഘോഷം നടത്തുമ്പോഴാണ്. ആ സന്തോഷം, നമ്മുടെ സന്തോഷം ഇവരുമായിട്ടാണ് നമ്മൾ പങ്കുവയ്ക്കേണ്ടത്. തീർച്ചയായിട്ടും നമ്മൾ വേദങ്ങളും ഉപനിഷത്തുകളും കൂടാതെ ഖുർആനും അതുപോലെ ബൈബിളും ഒക്കെ നമ്മൾ വായിക്കാറുണ്ട്. നമ്മളെല്ലാം മതവിശ്വാസികളായിരിക്കുമല്ലോ. ഈ മതവിശ്വാസമൊന്നും മനുഷ്യനെ ഭിന്നിപ്പിക്കാനല്ല, ഒന്നിപ്പിക്കാനാണ്. അത് തന്നെയാണെന്ന് മാവേലി തമ്പുരാന്റെ ആഘോഷമായ മനുഷ്യരെ എല്ലാം ഒന്നിപ്പിക്കുന്ന, അതായത് വിഭാഗീയതകൾക്കോ അല്ലെങ്കിൽ മറ്റു ചിന്തകൾക്കോ വശംവതരാവാതെ നമ്മളെല്ലാം മനുഷ്യരാണെന്നും നമ്മളെല്ലാം ഈ മണ്ണിന്റെ മണ്ണിലേക്ക് ചേർന്ന് പോകേണ്ടവരാണെന്നും നമ്മളെല്ലാം മരണപ്പെടുന്നവരാണെന്നും ഉള്ള ചിന്തയിൽ നമ്മളെ ഒന്നും അഹങ്കരിക്കാനോ വർഗീയതയെ കുറിച്ച് സൂചിപ്പിച്ചു. തീർച്ചയായിട്ടും വർഗീയത എന്ന് പറയുന്ന മഹാവിപത്ത്, രണ്ടാമത് ലഹരി, ഈ രണ്ട് മയക്കുമരുന്ന്, ഈ രണ്ട് കാര്യങ്ങൾക്കെതിരായിട്ടായിരിക്കണം നമ്മുടെ പോരാട്ടം, നമ്മുടെ യുദ്ധം. കാരണം മനുഷ്യൻ എന്ന് പറയുന്ന ആ ചിന്തയെ നമ്മൾ ഏറ്റവും ഉദ്ദീപിപ്പിച്ച് പിന്നെ നമ്മൾ ആഹാരം കൊടുക്കുന്നവരാണ്, ഭക്ഷണം വിതരണം ചെയ്യുന്നവരാണ്. നമുക്കറിയാം, ഒരു ദിവസം ഒരു കടയിൽ എത്രയാണെങ്കിലും ഒരു ഭക്ഷണം ചോദിച്ചു തന്നാൽ നമ്മൾ ആരോടും ഇല്ല എന്ന് പറയില്ല. കാരണം അവർക്ക് വയറിനകത്ത് ഭക്ഷണം കൊടുക്കുവാൻ നമ്മളെ പോലുള്ള ഹോട്ടലുകാർ തയ്യാറാണ്. കാരണം ഇത് നമുക്കറിയാം, വിശപ്പിന്റെ വില എന്താണെന്ന് നമുക്കറിയാവുന്നത് കൊണ്ട് ആരോടും നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് പൈസ ഇല്ല എന്ന് പറഞ്ഞാൽ ദേഷ്യപ്പെടാത്ത ഒരു സമൂഹമാണ് ഇന്ന് ലോകത്തുള്ളത്, ഹോട്ടലുകാർ. ആ ഹോട്ടലുകാർക്ക് ഇങ്ങനെയുള്ള ആഘോഷങ്ങൾ നടത്തുമ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള നല്ല ഈ ആദിവാസികൾ മാത്രമുള്ള ഈ പീസ് വാലി പോലുള്ള ഇടത്ത് വരുവാനും അതുപോലെ ഇതിന് സഹകരിക്കുവാൻ സാധിച്ചത് തീർച്ചയായിട്ടും അഭിനന്ദനാർഹമാണ്. അതിനുവേണ്ടി ഓണാഘോഷ പരിപാടി ഈ പീസ് വാലിയിൽ വെച്ച് നടത്തുവാൻ തീരുമാനിച്ച പെരുമ്പാവൂർ യൂണിറ്റ് അഭിനന്ദനം അറിയിക്കുന്നു. അവർ തീർച്ചയായിട്ടും ഇനിയും ഇങ്ങനെയുള്ള ആഘോഷങ്ങൾ ഇവിടെ വെച്ചാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഒപ്പം തന്നെ എല്ലാവർക്കും ഓണം ആഘോഷം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഭാരത്. ശരിക്കും നേരത്തെ സംസാരിച്ച ആളുകളൊക്കെ പറഞ്ഞതുപോലെ സമൂഹത്തിലെ വ്യത്യസ്ത തലങ്ങളിലുള്ള മുഴുവൻ മനുഷ്യരെയും ഹോട്ടലുകാരറിയും, ഹോട്ടലുകാരെ അറിയും. കാരണം അതൊരു പൊക്കിൽക്കുടി ബന്ധം പോലെ മനുഷ്യർക്ക് എന്തെങ്കിലും കൊടുത്ത് മതിയാക്കാൻ പറ്റുന്ന ഒരു സംവിധാനം എന്ന് പറഞ്ഞാൽ ഭക്ഷണം മാത്രം. അങ്ങനെ മനുഷ്യരെ മതിയാക്കാൻ പറ്റുന്ന ഒരു വലിയ ദൗത്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ് ഇന്ന് പീസ് വാലി സന്ദർശിക്കാനും ഓണപരിപാടി നടത്താനൊക്കെ എത്തിയിട്ടുള്ളത്. പീസ് വാലിയിൽ എത്തുന്നവരോട് പീസ് വാലിയുടെ ഒരു സന്ദേശം പറയാറ്. പീസ് വാലി എന്നത് വലിയൊരു അത്ഭുതമാണ്. ഞങ്ങൾ പറയുന്നത് ഒരു ലോകാത്ഭുതമാണ്. വ്യത്യസ്ത പ്രയാസങ്ങൾ അനുഭവിക്കുന്ന 1000 മനുഷ്യരെ ഉൾക്കൊള്ളാൻ പാകത്തിന് ഒരു ചെറിയ കാലയളവ് കൊണ്ട് പീസ് വാലി വളർന്നതിന് കാരണം ഇവിടുത്തെ ഒരു സംഘാടന മികവോ അല്ലെങ്കിൽ ഒരു ടെക്നോളജിയുടെ മികവൊന്നും അല്ല. അതിലൊക്കെ അപ്പുറം ദൈവത്തിന്റെ, ഈശ്വരന്റെ വലിയൊരു ഇടപെടൽ ഉണ്ടായിരുന്നു. ആ ഇടപെടൽ ഉണ്ടാകാൻ 2 കാരണങ്ങൾ. അതാണ് പീസ് വാലിയുടെ സന്ദേശം. ഒന്നാമത്തെ കാരണം എന്ന് പറഞ്ഞാല് മാതാപിതാക്കളാണ്. ഈ കാണുന്ന മുഴുവൻ സംവിധാനങ്ങളും തങ്ങളുടെ മരണപ്പെട്ടുപോയ മാതാപിതാക്കൾക്ക് വേണ്ടി മക്കൾ നൽകിയ സ്നേഹോപകരണം. ശരിക്ക് പീസ് വാലി എന്ന് പറയുന്ന, പീസ് വാലി എന്ന് എഴുതിയാൽ അതിന്റെ ആത്മാവ് എന്ന് പറയുന്നത് മാതാപിതാക്കൾ. അതുകൊണ്ട് തന്നെ പീസ് വാലിയുടെ സന്ദേശം എന്താണെന്ന് ചോദിച്ചാല് നമ്മുടെയൊക്കെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളെ പരിഗണിക്കാനും പരിചരിക്കാനും കഴിയാം. ശരിക്കും നമ്മുടെയൊക്കെ മാതാപിതാക്കൾ, ഇപ്പൊ എന്റെ പിതാവ് ഹോട്ടല് 15 വയസ്സിൽ ഇവിടുന്ന് നാട് വിട്ട് പുറപ്പെട്ടു പോയതാണ്. ബോംബെ പോയി ഹോട്ടൽ പണിയെടുത്ത് പ്ലേറ്റ് ഒക്കെ കഴുകി കൈയൊക്കെ പൊട്ടി ചീഞ്ഞിട്ടുണ്ടാവും. ഞാൻ പറയുന്നത് നമ്മുടെയൊക്കെ മാതാപിതാക്കൾ ഒരുപാട് കഷ്ടപ്പാടുകളും ഒരുപാട് പ്രയാസങ്ങളൊക്കെ അനുഭവിച്ചവരാണ്. ശരിക്ക് പിതാവ് അവിടെ പോകുന്ന കാലഘട്ടത്തിൽ കിടക്കാൻ ഒരു മുറിയുള്ള കാലത്തല്ല, ഫുട്പാത്തിലാണ് കിടക്കുന്നത്. ആ ഫുട്പാത്തിൽ കിടക്കുമ്പോ രാത്രി കുതിരവണ്ടികൾ പോകുമായിരുന്നു. കുതിരച്ചാണൻ ഈ മുമ്പിൽ പോകുന്ന വണ്ടി
പിന്നിൽ വരുന്ന വണ്ടി ഇങ്ങനെ പറപ്പിച്ച് നേരം വെളുത്ത് കിടക്കുന്ന ബെഡ്ഷീറ്റ് അല്ലെങ്കിൽ ഇതിനകത്ത് പായൊക്കെ വിരിച്ചാണല്ലോ കിടക്കുന്ന ഫുട്പാത്തില്. അങ്ങനെ കുതിരച്ചാണം തെറിച്ചിട്ടുണ്ടാവും. അങ്ങനെ ഞങ്ങളുടെ ഓർമ്മയിൽ ഹോട്ടൽ ഉടമയാണ്. ആ ഉടമയായിരുന്ന കാലഘട്ടത്തിൽ പിതാവ് കിടന്ന റൂമില് ഒരു സ്റ്റീൽ ഗ്ലാസിന് ഒരു ഗ്ലാസ് വെള്ളം വെച്ചാൽ ആ വെള്ളം ചൂടാകുമായിരുന്നു. എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഹോട്ടലിന്റെ കിച്ചണായിരുന്നു അതിനകത്ത്. അത് ഈ കൽക്കരിയിട്ട് കത്തിക്കുന്ന 24 മണിക്കൂറും കത്തുന്ന തന്തൂറൂട്ടിയൊക്കെ ഉണ്ടാക്കുന്ന അന്നത്തെ കാലത്തെ കിച്ചണാണ്. അപ്പൊ കിച്ചൺ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കണ തന്നെ ഈ ടൈൽസിന് ഒരു കടപ്പക്കല്ല, ആ കല്ല് അത്ര ചൂടായിരുന്നു. തൊട്ടടുത്ത് വേണമെങ്കിൽ അന്നത്തെ കാലത്ത് 50 രൂപയോ 75 രൂപയോ പെടുത്താൻ വേണമെങ്കിൽ ഒരു ബെഡ് സ്പേസോ അല്ലെങ്കിൽ അങ്ങനെ റൂമോ വേണമെങ്കിൽ എടുത്ത് കിടക്കാമായിരുന്നു. കിടന്നിട്ടില്ല. മക്കൾക്ക് വേണ്ടി കരുതി വെച്ച മാതാപിതാക്കൾ. ഞാൻ പറയുന്നത് ഞാൻ ഇപ്പൊ എന്റെ ഉദാഹരണം, നമ്മുടെ ഒക്കെ മാതാപിതാക്കള് അവരൊന്നും നമ്മൾ ജീവിക്കുന്ന ജീവിത സൗകര്യങ്ങളൊന്നും അനുഭവിച്ചവരല്ല. മക്കൾക്ക് വേണ്ടി കരുതി വെച്ച മാതാപിതാക്കൾ. അതുകൊണ്ട് തന്നെ ഈ മാതാപിതാക്കളെ ഈ പുതിയ കാലഘട്ടത്തില് നമ്മുടെയൊക്കെ വീടുകളിൽ തന്നെ പ്രയാസപ്പെടുത്തണം. സ്വന്തം വീടുകളിൽ സ്വന്തം മാതാപിതാക്കൾ പ്രയാസപ്പെടുത്തുന്ന കാലത്താണ് ജീവിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ഒന്നും വീടുകൾ അങ്ങനെ ആകാൻ പാടില്ല. നമ്മുടെയൊക്കെ വീടുകളിൽ മാതാപിതാക്കൾക്ക് വിലയും നിലയുമുള്ള വീടാകണം. അതാണ് പീസ്വായുടെ ഒന്ന്. അതുപോലെ തന്നെ നമ്മുടെ മരിച്ചുപോയ മാതാപിതാക്കളെ ഓർക്കാത്ത, പറയാത്ത, അനുസ്മരിക്കാത്ത, പ്രാർത്ഥിക്കാത്ത ഒരു ദിവസം നമ്മുടെ വീട്ടിലുണ്ടാവുന്നു. എന്നും നമ്മൾ മരിച്ചുപോയ മാതാപിതാക്കളെ പറ്റി പറയണം. ശരിക്ക് ഞങ്ങൾ പീസ്വാലി എന്ന് പറഞ്ഞ ഇവിടെ ഓണാഘോഷമായാലും ഇഫ്താർ ആയാലും അല്ലെങ്കിൽ എന്തായാലും ഇവിടുത്തെ മുഖ്യ അജണ്ട എന്ന് പറഞ്ഞ മാതാപിതാക്കളാണ്. അതുകൊണ്ട് നമ്മൾ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളെ പരിഗണിക്കുക, പരിചരിക്കുക, പുന്നാരിക്കുക. മരണപ്പെട്ടു പോയ മാതാപിതാക്കളെ ഓർക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അതാണ് പീസ്വായുടെ ഒന്നാമത്തെ സമയം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇവിടെ കുറെ മനുഷ്യരുണ്ട്. ഏകദേശം 800ഓളം മനുഷ്യർ ഇവിടെ കിടപ്പുണ്ട്. ഇവിടെ ഒരു 1000 മനുഷ്യർക്കുള്ള സംവിധാനമുണ്ട്. ഈ മനുഷ്യരെ കാണുമ്പോൾ ദൈവം, ഈശ്വരൻ നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ അറിയാനോടാ. ഇവിടെ വെറും ആഘോഷത്തിന് തന്നെ അല്ല, വെറും ഭക്ഷണം കൊടുക്കാൻ വന്നതല്ല, അതിലും അപ്പുറം കുറെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന മനുഷ്യർ. ഒരു 300ഓളം മനുഷ്യർ മാനസിക നില തെറ്റിപ്പോയവരാണ്. അല്ലെങ്കിൽ ഒരു 100ഓളം മനുഷ്യർ കിഡ്നി നഷ്ടപ്പെട്ട് മരിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അല്ലെങ്കിൽ കുറെ മനുഷ്യര് ക്യാൻസർ വന്ന് ഇന്നാണോ മരണം നാളെയാണോ മരണം എന്ന് കാത്തു കിടക്കുന്നവരാണ്. അല്ലെങ്കിൽ കുറെ മനുഷ്യർ ഇവിടെ കിടപ്പുണ്ട്. നേരത്തെ ഇവിടെ സ്റ്റേറ്റ് ഖജാൻജി പറഞ്ഞല്ലേ, സ്പൈനൽ കോഡ് തകർന്ന് ബെഡിൽ ലോക്കായി പോയത്. ഒരു ബെഡിൽ ലോക്കായി കിടക്കുക. നമ്മളൊക്കെ ലോക്ക്ഡൌൺ ഒക്കെ അനുഭവിച്ചവരാ. ഈ മനുഷ്യരെന്ന് പറഞ്ഞാല് 4 ചുമരുകൾക്കുള്ളില് ഒരു ബെഡിൽ ലോക്കായി കിടക്കുന്ന, ഒരു ഈച്ച മോത്ത് വന്നിരുന്നാൽ ഒന്ന് ആട്ടിക്കളയാൻ പറ്റാത്ത രീതിയിലുള്ള കുറെ മനുഷ്യർ. അല്ലെങ്കിൽ ഇപ്പോൾ തൊട്ടപ്പുറം കുറെ കുട്ടികളുണ്ട്, ഓട്ടിസം വന്ന്, സെറിബ്രൽ പാൾസി വന്ന് വലിയ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന കുറെ മനുഷ്യർ. ഇവരെ കാണുമ്പോൾ ദൈവം, ഈശ്വരൻ നമുക്ക് എത്ര അനുഗ്രഹങ്ങളാണ് നൽകിയെന്നുള്ള ചിന്ത ഒന്നുണ്ടാവും. രണ്ടാമത്തെ ചിന്ത എന്ന് പറഞ്ഞാൽ, ഇത്തരം പ്രയാസങ്ങൾ അനുഭവിക്കുന്ന അനവധി മനുഷ്യര് എന്റെയും നിങ്ങളുടെയും വീടിന്റെ പരിസരങ്ങളിൽ ഉണ്ടെന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാവും. നമ്മളിപ്പോ ചാരിറ്റി ഒക്കെ ഒരു ഫാഷനായ കല, വലിയ ചാരിറ്റി എന്ന് പറഞ്ഞ ഫാഷനാണ്. ഞാൻ പറയുന്നത് നമ്മുടെയൊക്കെ വീടിന്റെ, ശരിക്കും ഇവിടെ നിങ്ങളധികം പെരുമ്പാവൂർക്കാരാണല്ലോ. 6 മാസം മുമ്പ് ഒരു അമ്മ ഇവിടെ വന്നു. 60 വയസ്സുണ്ടാവും. വലിയ പ്രായമല്ലല്ലോ 60 വയസ്സെന്ന് പറഞ്ഞു. ആ അമ്മയുടെ ശരീരത്തിൽ 30ഓളം വ്രണങ്ങളായിരുന്നു. ആ വ്രണങ്ങളിൽ ഉറുമ്പും പുഴുവും കഴിക്കുവാണ്. ആ അമ്മയുടെ കാലൊന്ന് ഒടിഞ്ഞിട്ട് സ്റ്റീലിന്റെ റോഡ് ഇട്ടേക്കണ കാണാമായിരുന്നു. ഇവിടെ ഇറച്ചി ഇങ്ങനെ ദ്രവിച്ചു പോയി. അപ്പൊ നമ്മുടെയൊക്കെ വീടിന്റെ 1, 2, 3 കിലോമീറ്റർ ചുറ്റളവിലുള്ള ഒരു അമ്മയാണ്. ഇപ്പൊ അവിടെ നമ്മളൊരു പാർക്കുട്ടിയമ്മയെ കണ്ടു, ഒരു കാർത്തിയാനി അമ്മയെ തന്നെ കണ്ടു. നമ്മുടെ ഇത്തരം പ്രയാസങ്ങൾ അനുഭവിക്കുന്ന നിരവധി മനുഷ്യര് എന്റെയും നിങ്ങളുടെയും വീടിന്റെ പരിസരങ്ങളിൽ ഉണ്ടെന്നും അവരെ കാണാതിരുന്നുകൂടാ, അവരെ കേൾക്കാതിരുന്നുകൂടാ, അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടാതിരുന്നു. അതാണ് പീസ്വായുടെ സന്ദേശം. നമ്മളിവിടെ വരുന്നത് ഈ മനുഷ്യരോട് സിമ്പതി കാണിക്കാനല്ല, ഏതോ അർത്ഥത്തിൽ ഒരു സഹതാപം, ദൈവമേ, ഈശ്വര, കർത്താവേ, അള്ളാഹു എന്നൊക്കെ പറഞ്ഞൊരു സഹതാപം കാണിച്ചുകൊണ്ട് വലിയ കാര്യമില്ല.
ആ മനുഷ്യരുടെ വേദന എന്റെ വേദനയാവുക, നമ്മുടെ വേദനയാവുക, അവരുടെ പ്രയാസങ്ങൾ നമ്മുടെ പ്രയാസമാവുക. എമ്പതി ഉണ്ടാവുക. എമ്പതി ആ രോഗികളെ കാണുമ്പോൾ നമ്മൾ ഓരോരുത്തരും ഓർക്കണം. നേരത്തെ ഇദ്ദേഹം പറഞ്ഞതുപോലെ അത് എൻ്റെ സഹോദരനായിരുന്നെങ്കിൽ, എൻ്റെ മകനായിരുന്നെങ്കിൽ, എൻ്റെ മകളായിരുന്നെങ്കിൽ എന്ന ചിന്ത നമുക്കുണ്ടാവും. ശരിക്കും പീസ് വാലിയിലെ ട്രീറ്റ്മെന്റ് ഈ റൂമിൽ ഒന്നിരിക്കണവരല്ല. ഇവിടെ കിടക്കുന്ന മനുഷ്യർക്ക് വലിയ ട്രീറ്റ്മെന്റ് ഇല്ല. ഇപ്പൊ നേരത്തെ പറഞ്ഞ മാനസിക രോഗി ഏകദേശം ജീവിതാവസാനം വരെ 99% മാനസിക രോഗി തന്നെയാണ്. അല്ലെങ്കിൽ ഒരു ഡയാലിസിസ് രോഗിയെ സംബന്ധിച്ചിടത്തോളം ജീവിതാവസാനം വരെ ഡയാലിസിസ് ചെയ്യണം. ഒരിക്കൽ പോലും അതൊന്നും മാറി ഒരു 5-6 മാസം കഴിയുമ്പോൾ കുഴപ്പമില്ല, കിഡ്നിയൊക്കെ ശരിയായി, നിങ്ങൾ ഡയാലിസിസ് ചെയ്യേണ്ട, മാറി എന്ന് പറയാൻ ഒരു സാഹചര്യം. അല്ലെങ്കിൽ ഒരു 4th സ്റ്റേജ് കഴിഞ്ഞ ഒരു ക്യാൻസർ രോഗിയെ സംബന്ധിച്ചിടത്തോളം ഒരു ട്രീറ്റ്മെന്റും ഇല്ല. എങ്ങനെയെങ്കിലും സമാധാനത്തോടെ വേദന പരമാവധി കുറച്ച് മരണത്തിന് ഇത് പോവാന്നുള്ളു. അല്ലെങ്കിൽ ഈ സ്പൈനൽ കോഡ് തകർന്നു കിടക്കുന്ന ഈ മനുഷ്യർ ഒരിക്കലും ഒരു സാധാരണ നമ്മുടെ വീട്ടിൽ ഒരു സ്റ്റെപ്പ് കയറിയോ അല്ലെങ്കിൽ ലിഫ്റ്റ് കയറിയോ വീൽ ചെയർ ഇല്ലാതെ വരാൻ പറ്റില്ല. അല്ലെങ്കിൽ ഈ കുട്ടികളും ഒരു സാധാരണ കുട്ടികളാവില്ല. അവരുടെയൊക്കെ പരമാവധി പ്രയാസങ്ങൾ കുറയ്ക്കാം. പക്ഷെ നമുക്ക് ട്രീറ്റ്മെന്റ് വേണം. നമ്മുടെയൊക്കെ മനസ്സിൽ വലിയൊരു ചിന്താഗതി, ഞാൻ വലിയൊരു സംഭവമാണ്, ഞാൻ വലിയൊരു പ്രസ്ഥാനമാണ്, ഞാൻ വലിയൊരു ബിസിനസ്സുകാരനാണ് എന്നുള്ളൊരു ചിന്ത നമുക്കുണ്ട്. ആ ചിന്തയ്ക്കാണ് പീസ് വാലി ട്രീറ്റ്മെന്റ്. അതായത് നിങ്ങൾ ഈ ആരോരുമില്ലാതെ തെരുവിലായി പോയ ഈ മനുഷ്യരോടൊപ്പം ഈ ഓണാഘോഷിക്കാൻ വന്നതിന് പ്രത്യേക സന്തോഷം പറയും. അതോടൊപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ പീസ് വാലി ശരിക്കും ഹോട്ടലാണ്, ഗരീബ് നവാസാണ്, പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്ന ഒരു സംവിധാനമാണ്. ഇവിടെ ആർക്കും ഭക്ഷണം കഴിക്കാം. ഇന്നിപ്പോ ഇവിടെ വരുന്ന മുഴുവൻ മനുഷ്യർക്കും, ഇവിടെ വരുന്ന ബൈസ്റ്റാൻഡറിന്, രോഗികൾക്ക്, ഓട്ടോറിക്ഷക്കാരന് വരെ ഇവിടെ ഭക്ഷണം ഫ്രീയാണ്. നിങ്ങൾ ചെയ്യുന്ന ഒരു പണിയാണ്. അതുകൊണ്ട് തന്നെ ഇതിനൊരു പൊക്കിൽ കൂടി വന്നുകൊണ്ട് അതുകൊണ്ട് നിങ്ങളൊക്കെ പീസ് വാലിയുടെ സംഘാടകരായി മാറും, കാഴ്ചക്കാരല്ല. അല്ലെങ്കിൽ ഏതെങ്കിലും ഇത് വളണ്ടിയർ, ഇപ്പൊ അവിടെയൊക്കെ കുറെ പെണ്ണുങ്ങളൊക്കെ വന്നിരിപ്പുണ്ട്, ഒരു വളണ്ടിയറായിട്ട് കുറെ സ്ത്രീകൾ വന്നിരിപ്പുണ്ട്, അല്ലെങ്കിൽ കുറെ പിള്ളേർ വന്നിരിപ്പുണ്ട്. വളണ്ടിയർ ആവുക. ദൈവം ഈശ്വരൻ നമുക്ക് തന്ന അനുഗ്രഹങ്ങൾ, ഇത് നഷ്ടപ്പെട്ടു പോയ വലിയൊരു സമൂഹം നമ്മുടെ ചുറ്റുമുണ്ടെന്നുള്ള തിരിച്ചറിവ്. ശരിക്കും നമുക്കൊരു ഡംബ് പറയും പോലെ വ്യത്യസ്ത പ്രയാസങ്ങളുള്ള 1000 മനുഷ്യർ പീസ് വാലിയിലുണ്ടെന്നൊക്കെ പറഞ്ഞ് പറയാം. കേരളത്തിൽ 9 ലക്ഷം ഭിന്നശേഷിക്കാരാ കേരളത്തിലുള്ളത്. നമ്മളൊക്കെ ഈ കേരളം എന്ന് പറഞ്ഞത് ഒരു 1ാം ലോക രാജ്യങ്ങളുടെ സൗകര്യത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. അത് ഈ സൗദി, ദുബായ് അല്ലെങ്കിൽ പോലുള്ള അല്ലെങ്കിൽ അങ്ങനെ വലിയ 1ാം ലോക രാജ്യത്ത് അതൊക്കെ സൗകര്യങ്ങളിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ ചുറ്റും 9 ലക്ഷം ഭിന്നശേഷിക്കാർ. കഴിഞ്ഞ 2 വർഷത്തിൽ 18 മക്കളെ സ്വന്തം മാതാപിതാക്കളുടെ കരങ്ങളാൽ കൊല ചെയ്യപ്പെട്ടു. നമ്മള് അറിഞ്ഞോ, നമ്മൾ അന്വേഷിച്ചോ, നമ്മള് അല്ലെങ്കിൽ ഏതെങ്കിലും വാട്സാപ്പിലോ ഫേസ്ബുക്കിലോ വന്നപ്പോ ആ മാതാപിതാക്കളെ ചിലപ്പോ പഴിച്ചിട്ടുണ്ടാവും. ഓ, ഇവരെന്ത് മനുഷ്യന്മാരാ. ശരിക്ക് പീസ് വാലി അത് അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് എന്താന്ന് വെച്ചാൽ, ഈ 18 പേരിലും 15 മാതാപിതാക്കളും ആ മക്കളോടൊപ്പം തന്നെ ആത്മഹത്യ ചെയ്തു. ഭിന്നശേഷിക്കാരായ വലിയ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന മനുഷ്യര് അവരുടെ മാതാപിതാക്കൾക്ക് താങ്ങാൻ പറ്റാത്ത, അല്ലെങ്കിൽ ഒരു രീതിയിൽ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഈ കുട്ടികളെ, സ്വന്തം കുട്ടികളെ കൊല ചെയ്ത്. ഇപ്പൊ 3 പേര് ശരിക്കും ജയിലുണ്ട്. അതില് അവരെ പോയി കണ്ടപ്പോൾ ഒരാൾ പറഞ്ഞത്, എന്റെ മകൻ 28 വയസ്സായ ഭിന്നശേഷിക്കാരനെ പെട്രോൾ ഒഴിച്ച് കത്തിച്ചതാ. അദ്ദേഹം പറഞ്ഞത്, ബാത്റൂമിൽ പോകാൻ എന്റെ മകൻ പഠിച്ചിരുന്നെങ്കിൽ ഞങ്ങളുടെ കുടുംബത്തിന് ഗതി വരുമായിരുന്നില്ല. അല്ലെങ്കിൽ 18 വയസ്സായ ധന്യ എന്ന് പറഞ്ഞ മോള്, ശരിക്കും അവള് ഉടുപ്പൊക്കെ ഇങ്ങനെ കീഴ്കളഞ്ഞിങ്ങനെ ഓടും. ഇവന് ഈ വീടിന്റെ പണിയൊക്കെ സുരേഷ് അച്ഛന്. അങ്ങനെ അച്ഛൻ ഒരു ദിവസം പോയിട്ട് വന്നപ്പോൾ ഈ മകള് തുണിയൊക്കെ പറഞ്ഞ വീഡിയോ അടുത്ത നാട്ടിലെ മൊബൈൽ ഗ്രൂപ്പുകളിലൊക്കെ ഇങ്ങനെ ഓടിക്കോ, തുണിയില്ലാത്ത. ആ അച്ഛന്റെ മാനസിക നില തെറ്റിപ്പോയി. വാക്കാത്തിരുത്ത്
സുരേഷ് ആ മകളെ വെട്ടിക്കൊന്നു. ആ സുരേഷ് പറഞ്ഞത് ദൈവം നിങ്ങളോട് ചോദിക്കുന്നതാണ്. ആരോട്? നമ്മളോട്. ഒരു ഭിന്നശേഷി കുടുംബം അനുഭവിക്കുന്ന പ്രയാസങ്ങൾ കാണാൻ ഞാനും നിങ്ങളും എത്ര മെനക്കെട്ടിട്ടുണ്ട്, എത്ര പ്രയാസപ്പെട്ടിട്ടുണ്ടെന്നുള്ള ചിന്ത നമുക്ക് ഉണ്ടാവാന്നുള്ള പീസ്വാലി. അതുകൊണ്ട് നിങ്ങളൊക്കെ എനിക്ക് പറയാം, ഇവിടെ ശരിക്ക് ഇക്ബാല് അല്ലെങ്കിൽ റഫീഖ് അല്ലെങ്കിൽ ഇതിനകത്ത് പലരും ഇതിന്റെ ഏതെങ്കിലും അർത്ഥത്തില് പീസ്വാലിയായിട്ട് ബന്ധപ്പെട്ടപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളൊക്കെ പീസ്വാലിയായിട്ട്. പീസ്വാലി ഒരു കൾച്ചർ, ഒരു സംസ്കാരം, മുഴുവൻ മനുഷ്യരെയും മനുഷ്യ നന്മ അനുഭവിപ്പിക്കാൻ പറ്റുക, ആ ഒരു വലിയ പ്രസ്ഥാനമാണ്. അതുകൊണ്ട് നിങ്ങളൊക്കെ പീസ്വാലിയിൽ എന്നും ഞാൻ പറയുന്ന ഓണത്തിനോ അല്ലെങ്കിൽ ഇഫ്താറിനോ ഒന്നും അല്ല, അല്ലാതെയും നിങ്ങളൊക്കെ ഇവിടെ തൊട്ടടുത്തുള്ളവരാണ്. ഏതെങ്കിലുമൊക്കെ തരത്തിൽ പീസ്വാലിയായിട്ട് ബന്ധം, പീസ്വാലിക്ക് വലിയ പൈസ എന്നൊന്നുമല്ല, മാനസികമായി പിന്തുണയ്ക്കാൻ അല്ലെങ്കിൽ ശാരീരികമായി പിന്തുണയ്ക്കാൻ. ഞാൻ എപ്പോഴും പറയും, എന്റെ വീട്ടുജോലി ചെയ്യണ ഉഷച്ചേച്ചി അതിൽ പാത്രം കഴുകാന്ന് പറഞ്ഞാൽ ഏറ്റവും ഹോട്ടൽ പണിയിലേക്കായും താഴെയാണ്. നമ്മുടെ ഹോട്ടൽ പണിയിൽ പ്ലേറ്റ് ഇടുന്നതിനേക്കാളും താഴെയാണ് വീട്ടിലെ പാത്രം പണി കഴുകണം, എച്ചിപ്പണി തന്നെ. ആ ചേച്ചി ഒരു 500 രൂപ പീസ്വാലിക്കുന്നതാണ് നമ്മളെപ്പോഴും പറഞ്ഞു. അവിടെ കോടികൾ മുടക്കിയിട്ടുണ്ടാവും, പക്ഷെ ഞാൻ പറയുന്നത് സുജാത ചേച്ചിയുടെ 500 രൂപ. അതുകൊണ്ട് ഏത് രീതിയിലാണെങ്കിലും ഈ മനുഷ്യര് നമ്മുടെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ എന്ന ചിന്ത നമുക്കുണ്ടാവുകയും ഇവരുടെ വേദന നമ്മുടെ വേദനയായി മാറുന്ന ഒരു വലിയ അവസ്ഥയിലേക്ക് നമ്മളൊക്കെ മാറേണ്ടതുണ്ട്. ഇന്ന് രാവിലെ തന്നെ ഒരാൾ വിളിച്ച്, ശരിക്ക് നമ്മളൊക്കെ ഇപ്പൊ പള്ളിയിലും ചർച്ചിലും അമ്പലമൊക്കെ അങ്ങോട്ട് സജീവമാണ്. മുസ്ലിം പള്ളികളൊക്കെ ഞാൻ പറഞ്ഞ ഇതൊക്കെ ആയിട്ട് ലൈറ്റ് ഒക്കെ ആയിട്ട് ഭയങ്കര സജീവമാണ്. ഒന്നും മോശമല്ല, ഞാൻ എല്ലാം സജീവമാണ്, ഞാൻ അത് വേണ്ടാന്നോ അല്ല പറഞ്ഞത്. പക്ഷെ നമ്മുടെയൊക്കെ വീടിന്റെ പരിസരങ്ങളിൽ ഇത്തരം പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരു മനുഷ്യരുണ്ടായിട്ട് അവരെ കാണാതെ, അവരുടെ പ്രശ്നത്തിൽ ഇടപെടാതെ വെറുതെ പള്ളിയിൽ പോയി അമ്പലത്തിൽ പോയി അത് മെനക്കെടുത്താകും. അതുകൊണ്ട് പീസ്വാലി ഒരു തിരിച്ചറിവാണ്. നമ്മളൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരികയും ഈ ആരോരുമില്ലാതെ തെരുവിലായി പോയ മനുഷ്യരൊക്കെ ഒന്ന് കാണാനും ഒന്ന് തലോടാനും അവർക്ക് വലിയ ഇഷ്ടമാണ്. നിങ്ങളിപ്പോ അവിടെ ഒരു ചെറിയൊരു 1-2 വാർഡിലാ പോയുള്ളൂ, പക്ഷെ ആ മനുഷ്യർക്കൊക്കെ ഇഷ്ടമാണ്. നിങ്ങളൊന്ന് ചെല്ലോ, ഒരു സന്തോഷം പറയുകയോ ഒക്കെ ചെയ്യാം. അവർക്ക് ആരുമില്ല പറയാൻ, ചോദിക്കാൻ ആരുമില്ല. അവരൊക്കെ ഒന്ന് ചേർത്ത് പിടിക്കാൻ കഴിയാന്ന് പറഞ്ഞത്, വരാൻ കഴിയാന്ന് പറഞ്ഞത് നമുക്ക് ദൈവം തന്ന അനുഗ്രഹമാണ്. ഏതായാലും പീസ്വാലിയിൽ ഏത് ചെറുതും വലുതുമായ ഇതുപോലെ കൂടിച്ചേരലുകൾക്കൊക്കെ ഞങ്ങളെ പോലുള്ള ജനപ്രതിനിധികളെയും പൊതുപ്രവർത്തകരെയും ഒക്കെ എപ്പോഴും ക്ഷണിക്കാറുണ്ട്. ആ ക്ഷണങ്ങളെല്ലാം ഞങ്ങൾ വളരെ സന്തോഷത്തോടു കൂടിയിട്ടാണ് സ്വീകരിക്കാറുള്ളത്. കൂടെ ഞാൻ കടന്നു വരുമ്പോൾ പ്രിയപ്പെട്ട ബക്കരക്ക വളരെ വിശദമായ, ചിലരെങ്കിലും ആദ്യമായിട്ടായിരിക്കും പീസ്വാലിയിൽ വരുന്നവർ. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും എന്താണ് പീസ്വാലി എന്നുള്ളതിനെ സംബന്ധിച്ച് ബക്കരക്ക വളരെ വിശദമായിട്ട് സൂചിപ്പിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ പെരുമ്പാവൂർ യൂണിറ്റ്, ഞാൻ എന്നെ വിളിക്കുമ്പോൾ പെരുമ്പാവൂർ യൂണിറ്റിൻ്റെതാണെങ്കിൽ ഞാൻ വിചാരിച്ചു മൊത്തത്തിൽ സംഘടിപ്പിക്കുന്നതാണ് എന്നാലും ഇവിടെ വരുമ്പോഴാണ് പെരുമ്പാവൂർ യൂണിറ്റാണ് സംഘാടകരെന്ന് അറിയാൻ സാധിച്ചത്. ഏതായാലും ഇങ്ങനെ ഒരു ഓണാഘോഷ വേളയിൽ ഈ പീസ്വാലിയെ ഓർത്തതിലുള്ള, പീസ്വാലിയെ കരുതിയതിലുള്ള ഒരു സന്തോഷം ഈ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ്റെ ഭാരവാഹികളോട് ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകമായി പങ്കുവയ്ക്കുകയാണ്. ഇവിടെ പല യോഗങ്ങളിലും കടന്നു വരുമ്പോൾ ഞങ്ങളൊക്കെ പല യോഗങ്ങളിലും സൂചിപ്പിക്കാറുള്ളതാണ്. നമ്മുടെയൊക്കെ മനസ്സിൽ, അതാണ് ബക്കരക്ക സൂചിപ്പിച്ചത്, എന്തെങ്കിലും നമ്മൾ വലുതാണ്, നമ്മൾ എന്തൊക്കെയാണ് എന്ന് തോന്നലുണ്ടെങ്കിൽ ഈ പീസ്വാലിയിലൂടെ ഒന്ന് കയറി ഇറങ്ങി പോയാൽ ആ തോന്നലുകളൊക്കെ താനെ മാറുമെന്നുള്ളത് ഞങ്ങൾ പലരും ഇവിടെ സൂചിപ്പിക്കാറുണ്ട്. അപ്പോൾ പീസ്വാലിയിലൂടെ ഒന്ന് വന്നു പോകുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ നമ്മളെന്തോ വലിയതാണ്, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ മനസ്സിനകത്തുള്ള അത്തരം ചിന്താഗതികളൊക്കെ മാറും. ആ നിലയിലാണ് പീസ്വാലിയുടെ പ്രവർത്തനങ്ങൾ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. ഇവിടെ പലപ്പോഴും ഞാൻ ഇതിനു മുൻപ് പല യോഗങ്ങളിലും കടന്നു വരുമ്പോൾ പല പ്രഗത്ഭരായിട്ടുള്ള ആളുകളാണ്, ലോകത്തൊക്കെ ഒരുപാട് ബിസിനസ്സും മറ്റുമൊക്കെ നടത്തുന്നവരൊക്കെ അവര് പറയുന്നത് കേട്ടിട്ടുള്ളതാണ് പീസ്വാലി ഒരു ലോക അത്ഭുതമാണെന്നുള്ള നിലയിൽ. അപ്പോ ഇത്ര വലിയ ഒരു സംവിധാനം, അത് യാതൊരു തരത്തിലുമുള്ള പരാതികളോ പരിവേദനങ്ങളോ ഒന്നുമില്ലാതെ ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ബക്കരക്ക നേതൃത്വപരമായ പങ്ക് വഹിക്കുന്നു.
വലിയൊരു സമൂഹം അദ്ദേഹത്തിന് ഒപ്പം നിന്നുകൊണ്ടാണ് ഈ പ്രവർത്തനം ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളെ ചേർത്ത് നിർത്തി അല്ലെങ്കിൽ പിന്തുണ കൊടുക്കേണ്ടത് പൊതുസമൂഹത്തിന്റെ കൂടി ഒരു ഉത്തരവാദിത്തമാണ്. ആ ഒരു കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ടാണ് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ഇവിടെ വളരെ മാതൃകയായി പ്രവർത്തിക്കുന്ന സംഘടനയാണ്. ഹെഡ്സെറ്റടക്കം എല്ലാവരും ജില്ലാ ഭരണകളൊക്കെ ഇവിടെയുണ്ട്. നിങ്ങൾ പലപ്പോഴും ഈ മേഖലയ്ക്കകത്തൊക്കെ വലിയ പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടെങ്കിൽ കൂടി എല്ലാ കാലത്തും തികഞ്ഞ സാമൂഹ്യ പ്രതിബദ്ധത അത് ഉയർത്തിപ്പിടിക്കുന്ന ഒരു സംഘടനയാണ് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ. അത് ഇപ്പോൾ ഞങ്ങളെ പോലുള്ള ജനപ്രതിനിധികളൊക്കെ നിത്യേന ഓരോ പരിപാടികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ക്ഷണിക്കാറുണ്ട്. ഇപ്പോൾ മലയാളികളെ സംബന്ധിച്ച് നമുക്കറിയാം, മലയാളി എവിടെയെല്ലാം ഉണ്ടോ അവിടെയെല്ലാം ഓണമുണ്ട് എന്നുള്ളതാണ് കാഴ്ചപ്പാട്. അപ്പോൾ ഇത്രയേറെ വിശാലമായ ഒരു കാഴ്ചപ്പാടോടുകൂടി ആഘോഷിക്കുന്ന മറ്റൊരു ആഘോഷം ലോകത്തുണ്ടാവില്ല. മനുഷ്യരെല്ലാം ഒന്നുപോലെ എന്നതാണ്. എല്ലാ മനുഷ്യരെയും ഒരേപോലെ കാണുന്ന ഒരു ആഘോഷം അല്ലെങ്കിൽ അത്തരം ഒരു കാഴ്ചപ്പാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ഓണം ആഘോഷിക്കുമ്പോൾ അതിന് ഏറ്റവും അർത്ഥവത്തായി നിങ്ങൾ തെരഞ്ഞെടുത്തത് പീസ് വാലി ഏറ്റവും ഉചിതമായ ഒരു സ്ഥാപനം തന്നെയാണ്. തീർച്ചയായിട്ടും ഇങ്ങനെ കിടന്നു വരുമ്പോൾ ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചു, നിങ്ങൾ ഇവിടെ വന്നവർ ഇന്ന് ആദ്യമായിട്ടാണ് വന്നതെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിയ പീസ് വാലിയെ കുറിച്ച് നിങ്ങൾ മറ്റുള്ളവരോട് പറയുക. അങ്ങനെ പീസ് വാലിക്ക് വലിയൊരു പിന്തുണ, പൊതുസമൂഹത്തിന്റെ പിന്തുണ, എല്ലാ മേഖലയിൽ നിന്നുള്ള പിന്തുണ നമുക്ക് ഉറപ്പാക്കി കൊടുക്കേണ്ടതുണ്ട്. അങ്ങനെ ഈ സ്ഥാപനം എന്നത് യഥാർത്ഥത്തിൽ ഒന്നോ രണ്ടോ വ്യക്തികളോ അല്ലെങ്കിൽ അവരുടെ കൂട്ടായ്മയുടെ ഈ നാടിൻ്റെതാണ് പീസ് വാലി. അപ്പൊ പീസ് വാലിയെ സംരക്ഷിക്കേണ്ടത്, നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് പൊതുസമൂഹത്തിന്റെ കൂടി ഒരു ഉത്തരവാദിത്തമാണ്. ആ ഒരു കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ഇത്തരം ഒരു കൂട്ടായ്മ ഇവിടെ സംഘടിപ്പിച്ചത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പീസ് വാലിയിൽ ഒരു ഓണാഘോഷ പരിപാടി സംഘടിപ്പിക്കുകയും അവിടെ ഇവിടുത്തെ അഗതികൾക്കൊപ്പം ആ ഓണം പങ്കിടാൻ വേണ്ടി കാണിച്ച ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷനെ ഞാൻ അഭിനന്ദിക്കുകയാണ്. ഞാൻ വരുന്ന വഴിയിൽ ശ്രീ ടി എൻ സക്കീർ ഹുസൈൻ ഇതിന് തുടക്കം മുതലുള്ള കാര്യങ്ങൾ എന്നോട് പറഞ്ഞപ്പോൾ ഇത് ഈ ആശയം മുന്നോട്ട് വെച്ച് തുടങ്ങുന്ന സമയത്ത് ഈ ഭൂമി കണ്ടു കഴിഞ്ഞാൽ ഇവിടെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് തോന്നലുണ്ടാകുമായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷെ ഇന്ന് കാണുമ്പോൾ എത്രമാത്രം മനസ്സിന് സന്തോഷവും എത്രമാത്രം മനോഹരമായിട്ട് ഇത് കൊണ്ടുപോകാൻ കഴിഞ്ഞു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇച്ഛാശക്തി കൊണ്ടെങ്കിൽ ഏത് കാര്യവും വിജയിക്കും. പ്രിയപ്പെട്ട അബൂബക്കർ സാഹിബ് അതിനുവേണ്ടി തന്നെ ജീവിക്കുകയാണ്. മറ്റുള്ളവരെ നന്മ ചെയ്യാനും മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കാനും പാവപ്പെട്ടവരെ കൂടെ നിൽക്കാനും കാണിക്കുന്ന കാരുണ്യമാണ് ഈ തവണത്തെ ഓണം. ഈ ഓണം കാരുണ്യമുള്ള മനസ്സുകളെ കൂടുതലായി സൃഷ്ടിക്കുവാൻ നമുക്ക് കഴിയട്ടെ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നന്മ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. റെസ്റ്റോറന്റ് അസോസിയേഷൻ പെരുമ്പാവൂർ യൂണിറ്റിന്റെ ഈ വർഷത്തെ ഓണാഘോഷം പീസ് വാലിയിൽ വെച്ച് നടത്താൻ സമുചിതമായിട്ട് തന്നെ കൊണ്ടാടാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ജീവകാരുണ്യത്തിന് മുൻതൂക്കം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സംഘടന എന്ന നിലയ്ക്ക് കഴിഞ്ഞ വർഷം ഞങ്ങളുടെ ഓണാഘോഷം കോപ്പടി അഭയഭവനിൽ നടത്തപ്പെടുകയുണ്ടായി. ഈ വർഷം അത് പീസ് വാലിയിലെ നല്ലവരായ മാതാപിതാക്കളോടും സഹോദരങ്ങളോടും ഒപ്പം ചിലവഴിക്കണമെന്ന് ഉള്ള തീരുമാനമെടുക്കുകയും അതിനുവേണ്ട നിർദ്ദേശങ്ങൾ സംസ്ഥാന കമ്മിറ്റിയിൽ ബഹുമാനപ്പെട്ട സംസ്ഥാന ജനറൽ സെക്രട്ടറി നൽകുകയും അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ജീവാരണ്യ കമ്മിറ്റി ചെയർമാൻ ശ്രീ റാവുപ്പ് മുൻകൈയെടുക്കുകയും അദ്ദേഹത്തോടൊപ്പം തന്നെ ഞങ്ങളുടെ പ്രിയങ്കനായ സെക്രട്ടറി കെ എ സാജിദ്, കമ്മിറ്റി അംഗങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായി ഈ സ്വാലി വെച്ച് ഓണാഘോഷം സമുചിതമായി കൊണ്ടാടാൻ തീരുമാനിക്കുകയാണ്.
Peace Valley. The Peace Valley provides shade for 1,000 people through 10 projects that address society's most pressing problems. Center for Psychosocial Rehabilitation. The center has 200 people from different social backgrounds, such as those who wandered the streets as orphans, the needy, the mentally challenged, parents abandoned by their children, and the differently abled whose parents died. With your generosity, we can ensure compassion flows, bringing hope to the needy. Will you stand alongside us as we continue to make a difference? Together, we can create a brighter future for all.